പക്ഷേ നേപ്പാളിൽ നടന്നിട്ടുള്ള ജൻസി പ്രക്ഷോഭം ഇപ്പോൾ കേൾക്കുന്ന വാർത്ത എന്ന് പറയുന്നത് യൂറോപ്പിൽ ആകമാനം ഇത്തരത്തിലുള്ള ഡിജിറ്റൽ നിരീക്ഷണ വിരുദ്ധ പോരാട്ടം വരികയാണ് എന്നുള്ളതാണ്. ഈ നേപ്പാളിൽ ഇവർ ഉപയോഗിച്ചത് ഡിസ്കോഡ് എന്ന് പറയുന്ന ഒരു സംഭവമാണ്. ഇപ്പോൾ കേൾക്കുന്നത് യൂറോപ്യൻ യൂണിയനിൽ ചാറ്റ് കൺട്രോൾ പദ്ധതി നടപ്പാക്കാനായിട്ട്, അതായത് ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളൊക്കെ നിർത്തലാക്കാനുള്ള ഒരു പദ്ധതി ഉണ്ടായിരുന്നു. അതിന് വലിയ തിരിച്ചടിയായി. അതിനെ തുടർന്ന് യൂറോപ്യൻ യൂണിയനിൽ വരെ വലിയ പ്രക്ഷോഭങ്ങളാണ്. ഈ വികസിക്കും തോറും ചുരുങ്ങിപ്പോകുക എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. നമ്മൾ പുറമേക്ക് വികസിച്ചു കൊണ്ടിരിക്കുന്നു, പക്ഷേ അകമേക്ക് നമ്മൾ ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇത് ഒരു തലമുറ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാധനത്തെ, ഒരു വസ്തുവിനെ പെട്ടെന്ന് പൂർണ്ണമായും തുടച്ചു നീക്കാൻ പോയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമല്ലേ മാഷേ ഈ പ്രക്ഷോഭം ഉണ്ടാവുക എന്നുള്ളത്? തീർച്ചയായിട്ടും യൂറോപ്പിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട പാഠങ്ങൾ, എല്ലാ നല്ലതും പഠിക്കാൻ യൂറോപ്പുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ സംസ്കാരം പഠിക്കാൻ നമുക്ക് ഗ്രീസ് ഉണ്ട്, വിപ്ലവം പഠിക്കാൻ നമുക്ക് ഫ്രാൻസ് ഉണ്ട്, നമുക്ക് എല്ലാം. ഇപ്പോൾ നമ്മൾ ചലച്ചിത്രം എന്ന് പറഞ്ഞാൽ അത് പഠിക്കാൻ കാനിലേക്കാണ് നോക്കുക. നമ്മൾ ആത്മീയത പഠിക്കാൻ ഇറ്റലിയിലേക്കാണ് നോക്കുക. എല്ലാം യൂറോപ്പിൽ മാതൃകകളുണ്ട്, യാതൊരു സംശയവുമില്ല. എന്നാൽ ഇതിൻ്റെയൊക്കെ മറുവശമെടുത്ത് നോക്കൂ, സയൻസും ടെക്നോളജിയും പഠിക്കാനൊക്കെ യൂറോപ്യൻ മാതൃക ഇഷ്ടം പോലെ ഉണ്ട്. എന്നാൽ നിങ്ങൾ ഏറ്റവും വലിയ ചരിത്രത്തിലെ എല്ലാ വേണ്ടാധീനങ്ങളും സയൻസ് പഠിച്ച നമ്മൾ, യൂറോപ്യൻ സയൻസ് ആവേശപൂർവ്വം പഠിച്ച നമ്മൾ, യൂറോപ്പിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഗലീലി ഉണ്ടായത്. ആലോചിച്ച് നോക്കൂ, യൂറോപ്പിൽ നിന്നാണ് എല്ലാ ഈ മനുഷ്യവിരുദ്ധമായ പിന്തിരിപ്പൻ ചിന്താപദ്ധതിയും വന്നത്. അങ്ങനെയാണ്. ഇപ്പോൾ യൂറോപ്പിൽ നിന്നാണ്, ആലോചിച്ച് നോക്കൂ, ലോകരാഷ്ട്രീയത്തിൽ ജനാധിപത്യത്തിൻ്റെ മാതൃകകളൊക്കെ നമ്മൾ പറയുന്നത് ഐദർ ഫ്രാൻസ് അല്ലെങ്കിൽ ബ്രിട്ടൻ ഒക്കെയാണ് ജനാധിപത്യത്തിൻ്റെ മാതൃക. എന്നാൽ ഫാസിസം എന്നുള്ള വാക്ക് എവിടെ നിന്നുണ്ടായത്? അത് ഇറ്റലിയിൽ നിന്നാണ്. എന്നുവെച്ചാൽ എല്ലാം ഇപ്പോൾ നമ്മൾ മനുഷ്യ പുരോഗതിയിൽ നല്ലത് കിട്ടിയതൊക്കെ യൂറോപ്യനാന്ന് പറഞ്ഞാൽ പോരാ, ചീത്തയും കിട്ടിയതൊക്കെ യൂറോപ്പിൽ നിന്ന് തന്നെയാണ്. ഈ പിന്തിരിപ്പൻ ചിന്തകളൊക്കെ വന്നു. വംശീയത എവിടുന്നാണ് വന്നത്? വർണ്ണവെറി എവിടുന്നാണ് വന്നത്? ഈ പടിഞ്ഞാറൻ ചിന്താപദ്ധതി തന്നെയാണിത്. അത് എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളിലും കുറേശ്ശെ ഉണ്ടായിരുന്നു. അതെല്ലാം കൂടി അടിച്ചുകൂട്ടി യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ കൂടി അമേരിക്കയിലെത്തിയപ്പോൾ അമേരിക്കയിൽ ഇത് വർണ്ണവെറി അവരുടെ മുഖമുദ്രയായിട്ട് മാറി. പക്ഷേ നമ്മുടെ നാട്ടിലുള്ളവരുടെ കാര്യമാട്ടോ മാഷ പറയുന്നത്. ഈ വർണ്ണവെറി എന്നൊക്കെ പറയുന്നത്, ഈ സവർണ മേധാവിത്വം എന്നൊക്കെ പറയുന്നത് നമ്മുടെ നാട്ടിൽ മാത്രമാണത്, അങ്ങില്ല എന്നൊക്കെയാണ് പറയുന്നത്. എന്തൊരു കഷ്ടമാണ്. വർണ്ണവെറി ഇവിടെ ഇല്ല എന്ന് പറയണം. സത്യത്തിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിലെ, അത് മറ്റൊരു ടോപ്പിക്കാണ്, നമ്മുടെ നാട്ടിലെ ഈ ദളിത് മൗലികവാദികൾ ഇപ്പോൾ ചെയ്യുന്നത് ചരിത്രത്തിലെ നിരന്തരമായ പോരാട്ടത്തിലൂടെ മനുഷ്യൻ്റെ ബോധം ഉയർന്നു വന്ന് നമ്മളറിയാതെ കൊഴിഞ്ഞുപോയൊരു സാധനമാണ് ഇപ്പോൾ ജാതീയത. കേരളത്തിലെങ്കിലും അറ്റ്ലീസ്റ്റ്, മറ്റെവിടെയെങ്കിലും ബോധം കേരളത്തോളം വരാത്തടത്തുണ്ടാവില്ല. കേരളത്തിലെ ദളിത് മൗലികവാദികൾ എന്താ ചെയ്യണത്? ആ ഇരുണ്ട കാലത്തേക്ക് ഇവർക്ക് തിരിച്ചു നടക്കണം. ഓരോ മനുഷ്യനെ കാണുമ്പോഴും നീ നമ്പൂരിയാണോ, നീ നായരാണോ, നീ സവർണനാണോ, നീ ഈഴവനാണോ, അവർണനാണോ എന്ന് ഇവർക്ക് തിരിച്ചറിയണം. മനുഷ്യൻ മറന്നുപോയ അധമവികാരങ്ങളെ തിരിച്ചു കൊണ്ടുവരികയാണ് ഇവർ ചെയ്യുന്ന കാര്യം. അതുകൊണ്ടാണ് ഈ സവർണ അവർണ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അർത്ഥമില്ല. നമ്മളിപ്പോഴും വളരെ പുറകെ, ആ കാര്യത്തിലൊക്കെ നമ്മൾ ബോധം വന്നിട്ടില്ല എന്നതിൻ്റെ അർത്ഥം. നമുക്കിങ്ങനെ ഈ പിന്തിരിപ്പൻ ചിന്ത നമുക്കുണ്ട്, അതാണ് കാര്യം. അപ്പോൾ എല്ലാ ചീത്തയും വന്ന അവിടെ നിന്നാണ്. അതുകൊണ്ട് ഈ പുതിയ കാലഘട്ടത്തിലെ, പുതിയ കാലം എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന് കാലത്തിന് പറയുന്നൊരു പേര് പോസ്റ്റ് ട്രൂത്ത് കാലം എന്നാണ്. പോസ്റ്റ് ട്രൂത്ത് കാലം എന്ന് പറഞ്ഞാൽ സത്യാനന്തര കാലം എന്ന് പറയും. നമ്മുടെ ഈ കാലത്തിൻ്റെ കണക്കെടുത്ത് നോക്കും, ഇതൊക്കെ വന്നത് അവിടെ നിന്നാണ്. ക്ലാസിക്കൽ കാലം, ലിറ്ററേച്ചറായാലും സംസ്കാരത്തിലായാലും കാലങ്ങളെ അങ്ങനെയുള്ള കണക്ക് കൂട്ടുക. ക്ലാസിക്കൽ കാലം അവിടുന്ന് വന്നതാണ്. അത് കഴിഞ്ഞിട്ട് റൊമാൻറ്റിക് കാലം അവിടെ നിന്നാണ് വന്നത്. റൊമാൻറ്റിസിസം അവിടെ അവസാനിച്ചിട്ടാണ് ഇവിടെ തുടങ്ങിയത്. വളരെ ലേറ്റായിരുന്നു നമ്മൾ. റൊമാൻറ്റിസിസം വന്നു, റിയലിസം വന്നു, മാജിക്കൽ റിയലിസം വന്നു, ആധുനികത വന്നു, മോഡേണിസം, ആധുനികത വന്നു, ഉത്തരാധുനികത വന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വന്നൊരു സാധനമാണ് പോസ്റ്റ് ട്രൂത്ത്. പോസ്റ്റ് ട്രൂത്ത് എന്താ യഥാർത്ഥത്തിൽ? പോസ്റ്റ് ട്രൂത്ത് എന്ന് പറഞ്ഞാൽ സത്യാനന്തര കാലം എന്ന് പറയുന്നത് സത്യമില്ലാത്ത കാലമല്ല, മറിച്ച് നമ്മുടെ മുമ്പിൽ വന്ന് നിറയുന്ന ഡാറ്റ, നമ്മുടെ കയ്യിലുള്ള ഉപകരണത്തിൽ, ഡിവൈസിൽ നമുക്ക് കിട്ടുന്ന ഡാറ്റ സത്യമോ മിഥ്യയോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റാതെ വരും. അതുകൊണ്ടാണ് എൻ്റെയും നിൻ്റെയും മൊബൈൽ ഫോണിൽ ഒരാളുടെ മരണവാർത്ത 10 വട്ടം വന്നാലും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തത്. ഇതിൻ്റെ പേരാണ് ഈ ഡാറ്റ. അപ്പോൾ ഇത് മുഴുവനും സത്യാനന്തര കാലവും വരുന്ന അവിടെ നിന്നാണ് എന്ന് പറഞ്ഞാൽ, ഞാൻ പറയുന്നത് ചരിത്രത്തിലെ എല്ലാ നല്ലത് വന്നതുപോലെ തന്നെ ചീത്തയും വന്നു. ഇപ്പോൾ സത്യാനന്തര കാലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഈ ഡാറ്റയിൽ നിന്ന് സത്യമേത് അസത്യമേത് തിരിച്ചറിയാൻ പറ്റില്ല.
അങ്ങനെ ഒരു കാലത്തിനാണ് നമ്മൾ പുതിയ കാലം എന്ന് പറയുക. അതിനാണ് ഈ ഡിജിറ്റൽ കാലം എന്ന് പറയുക, ഡിജിറ്റൽ യുഗം എന്ന് പറയുന്നത്. അതിനാണ് നമ്മൾ ഈ ജെൻ സെഡ് എന്നോ ജെൻ സി എന്നൊക്കെ പറയുന്നത്. ആ കാലത്തോടൊപ്പം ഇവരിപ്പോഴും എത്തിയിട്ടില്ല. എന്തൊരു പിന്തിരിപ്പൻ ആലോചിച്ചു, അത് നിരോധിക്കണം എന്ന് പറയുക. ഇപ്പോൾ ജെൻ സി പറയുന്നത് എന്താ, അതിൽ നിന്ന് ഇവർ പഠിക്കേണ്ട പാഠം ഇനി എനിക്ക് തോന്നുന്നു യൂറോപ്പ് ഇനി കിഴക്കോട്ട് നോക്കണം. പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് നോക്കി. ചിലത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അവർ പഠിക്കേണ്ടത് നേപ്പാളിൽ നിന്നാണ്. അതാണ് ഇപ്പോൾ പ്രജിത എടുത്ത വിഷയം, ഇപ്പോൾ ചർച്ച ചെയ്യുന്ന വിഷയം അതാണ്. എന്തുകൊണ്ട് നേപ്പാൾ നടക്കുന്ന കാലത്ത് നേപ്പാളിലെ കലാപത്തിൻ്റെ ഇമ്മീഡിയറ്റ് പ്രൊവക്കേഷൻ എന്താണ്? സോഷ്യൽ മീഡിയ നിരോധിച്ചതാണ്. സോഷ്യൽ മീഡിയ നിരോധിച്ചപ്പോൾ ആ കുട്ടികൾ എങ്ങനെ മറികടന്നതിനെ? എന്താണ് ഡിസ്കോഡ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം തുറന്നിട്ടാണ്. അവിടെ അനാവശ്യമായി അപ്രസക്തമായ അപ്രായോഗികമായൊരു നിയമം കൊണ്ടുവരികയാണ് അവിടുത്തെ ഗവൺമെൻറ്. ആരാ കൊണ്ടുവരണം നോക്കണം. ലോകത്തിലെ കമ്മ്യൂണിസ്റ്റ് വീരവിപ്ലവകാരികളൊക്കെ കൂടി ചേർന്ന് ഗവൺമെൻറ്റായി ചെയ്യുന്നത്. കാലവിരുദ്ധമായി. എന്താ ലോകത്ത് നടക്കുന്നത് അറിഞ്ഞൂടാ. ഏറ്റവും ചുരുങ്ങിയത് പുതിയ ജനറേഷനോടൊന്നും സംസാരിച്ചുകൂടെ, മക്കളെ ഇതൊക്കെ എന്താ നമ്മൾ എന്തെങ്കിലും ആലോചിച്ചൂടെ? അത് ചെയ്യുന്നതിന് പകരം അവർ ചെയ്തത് ഇത് നിരോധിച്ചു. അതിനെ നിയന്ത്രിക്കാൻ ശ്രമിച്ചു, നടന്നില്ല, നിരോധിച്ചു. നേപ്പാളീസ് കമ്പനിയായി ഈ കമ്പനികളൊക്കെ രജിസ്റ്റർ ചെയ്യണമെന്ന് പറഞ്ഞു. രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല, സാധ്യമല്ല. അപ്പോൾ അത് നിരോധിച്ചു. അങ്ങനെയാണ് സെപ്റ്റംബർ 4 നിരോധിക്കുന്നത്. നിരോധിക്കുമ്പോഴാണ് ഇവർ മനസ്സിലാക്കുന്നത്, ഇവർ അതുവരെ വിചാരിച്ചത് സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് നേപ്പാളിലെ KP ശർമ്മ ഒലിയുടെ ഗവൺമെൻറ്റിനെതിരായി വിമർശിക്കാൻ മാത്രമാണ് ഭൂമിയിൽ സോഷ്യൽ മീഡിയ എന്നാണ്. അപ്പോഴാണ് മനസ്സിലാവുന്നത് നേപ്പാളിനകത്ത് തന്നെ എത്രയോ മനുഷ്യർ ദാരിദ്ര്യം ഇല്ലാതെ പട്ടിണി കൂടാതെ കഴിഞ്ഞു കൂടുന്നത് ഈ സാധനം ഉള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് ജീവിച്ചു പോകുന്നു. അവരുടെ ജീവിതം അങ്ങോട്ട് മുട്ടി. അപ്പോൾ അവർ കലാപത്തിനിറങ്ങി. അതിനവർ ഉപയോഗിച്ചത് ബാക്കി എല്ലാ പ്ലാറ്റ്ഫോമുകളും നിരോധിച്ചപ്പോൾ ഇവരുടെ കണ്ണിൽപ്പെടാത്തൊരു സാധനമാണ് ഈ ഡിസ്കോഡ്. അതുപയോഗിച്ചു. മറ്റൊരു കാര്യം കൂടിയുണ്ട് മാഷേ, ഈ സാധാരണക്കാരുടെ ജീവിതം മുട്ടി എന്ന് പറയുമ്പോഴില്ലേ മാഷേ, അതിൽ ഈ യുവാക്കളൊക്കെ ഒരുപാട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമല്ലേ. അപ്പോൾ അത് പെട്ടെന്ന് നിരോധിക്കുമ്പോഴുണ്ടാകുന്ന ഒരു വിഷയം കൂടി അവിടെ വരും. ആണ് ഈ യുവാക്കളുടെ ഒരു കമ്മ്യൂണിറ്റിയാണത്. ജാതിക്കും മതത്തിനും അതീതമായി ഒരു പുതിയ കമ്മ്യൂണിറ്റി. അത് ജെൻ സി എന്ന് പറഞ്ഞാൽ ജനറേഷൻ കണക്റ്റഡ്. എങ്ങനെ കണക്റ്റഡ്? ഈ മീഡിയയിലൂടെ, സോഷ്യൽ മീഡിയയിലൂടെ കണക്റ്റഡ് ആയ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. പലതരത്തിലുള്ള അരക്ഷിതാവസ്ഥ ആ നാട്ടിൽ നിലനിൽക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അപ്പോൾ അതിനെ മറികടന്നുകൊണ്ടിരുന്നത് ഒരു പരിധിവരെ ഈ ഒരു സോഷ്യൽ മീഡിയയിലൂടെയാണ്. അവർക്ക് ആ വഴി കൂടി മുട്ടി. അതായത് നേതാക്കളുടെ മക്കൾക്കെല്ലാം എല്ലാ കാര്യങ്ങളും സൗകര്യങ്ങളും ഉണ്ട്. ഇവർക്ക് അവിടുത്തെ കുട്ടികൾക്ക് ഇതൊന്നും ലഭിക്കുന്നില്ല. അപ്പൊ അതിന്റെ ഒരു എന്താ പറയുക, അതിനെതിരായ ഒരു വികാരം കൂടി ഇതിൽ അത് തന്നെ. ആ ജന്മിത്തം തകർന്നു. ഈ സൗകര്യങ്ങൾ മുഴുവനും ഉപയോഗിച്ചിരുന്നത്, പ്രത്യേകിച്ച് നേപ്പാളിൽ ഉൾപ്പെടെയുള്ള നാടുകളിൽ ഇത് ഉപയോഗിച്ചിരുന്നത് ഭരണകൂടവുമായി ബന്ധപ്പെട്ട അവരുടെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചെറിയ പറ്റം മനുഷ്യരാണ്. അതിന് പകരം സോഷ്യൽ മീഡിയ വന്നപ്പോൾ ഇത് ഈ കമ്മ്യൂണിക്കേഷൻ മെറ്റീരിയൽസ് എങ്കിലും ജനകീയമായി. അവരത് വ്യാപകമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. അതുകൊണ്ട് ജീവിച്ചു വന്നു അവർ. അപ്പോഴാണ് ഇത് നിരോധിക്കുന്നത്. അതിനെതിരെ ഉള്ള കലാപമാണ് നേപ്പാളിൽ നടന്നത്. ആ കലാപത്തിന് ഉപയോഗിച്ചത് പ്ലാറ്റ്ഫോമാണ് ഡിസ്കോഡ്. അപ്പോൾ ഇതിൽ നിന്ന് ഇതേ സമയത്ത് യൂറോപ്പ് കാണണം. ഇത് യൂറോപ്യൻ യൂണിയനും ഈ തെറ്റിദ്ധാരണയുണ്ട്. യൂറോപ്യൻ യൂണിയൻ നമുക്ക് പിന്തിരിപ്പന്മാരാന്ന് പറയാൻ പറ്റില്ലല്ലോ. അവർ അഡ്വാൻസ്ഡ് ആണ്. എല്ലാ നല്ലതും സാഹിത്യത്തിലും സംസ്കാരത്തിലും ശാസ്ത്രത്തിലും ഒക്കെ ലോകത്തിന് തന്നത് അവരാണ്. പക്ഷേ ചിന്തയിലും ഫിലോസഫിയിലും ഒക്കെ തന്നത് അവരാണ്. പക്ഷേ അവർ അതിൻ്റെ കൂടെ ഇതിനെതിരെ പിന്തിരിപ്പൻ ചിന്തകൾ കൊണ്ടുവരുന്നു. അവർ ഇപ്പോൾ ഇതാണ് യൂറോപ്യൻ യൂണിയനിലെ മുഴുവൻ രാജ്യങ്ങളും സോഷ്യൽ മീഡിയ നിയന്ത്രിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അതാണ് ചാറ്റ് കൺട്രോൾ എന്ന് പറയുന്ന മൂവ്മെൻറ്റ്. ചാറ്റ് കൺട്രോള് യൂറോപ്യൻ യൂണിയനിൽ ഞാൻ മനസ്സിലാക്കുന്നത് 27 രാജ്യങ്ങളോ മറ്റോ ഉണ്ട് യൂറോപ്യൻ യൂണിയനിൽ. ചാറ്റ് കൺട്രോള് യൂറോപ്യൻ യൂണിയനിലെ മുഴുവൻ രാജ്യങ്ങളിലും സോഷ്യൽ മീഡിയ നിയന്ത്രിക്കേണ്ടതും നിരോധിക്കേണ്ടതുമാണ് എന്നൊരു നിയമമാണ് ചാറ്റ് കൺട്രോൾ. അത് കൊണ്ടുവന്നപ്പോൾ ഞാൻ അന്ന് വായിച്ചത് ശരിയാണെങ്കിൽ 27 രാജ്യങ്ങളിൽ 18 രാജ്യങ്ങളും അനുകൂലിച്ചു. ഏതാനും രാജ്യങ്ങളെ ഇപ്പോൾ എതിർക്കുന്നു. ചില രാജ്യങ്ങൾ ഇതുവരെ നയം വ്യക്തമാക്കിയിട്ടില്ല. 4-5 രാജ്യങ്ങൾ ഇപ്പോൾ ഓസ്ട്രിയ, ബെൽജിയം, ചെക്ക് റിപ്പബ്ലിക്, ഫിൻലാൻഡ്, ജർമ്മനി, ലക്സംബർഗ്, നെതർലാൻഡ്സ്, പോളണ്ട് എന്നീ 8 രാജ്യങ്ങൾ ഈ നീക്കത്തിനെതിരെ രംഗത്ത് വന്നു. 8 രാജ്യങ്ങൾ. അപ്പോൾ 18ഉം 8ഉം 26, ഏതാണ്ട് 8 രാജ്യങ്ങൾ എതിരാണ്. ഇപ്പോൾ 18 രാജ്യങ്ങൾ അനുകൂലമാണ്. 18-19 രാജ്യങ്ങൾ 3 രാജ്യങ്ങളെ എതിർത്തിരുന്നുള്ളൂ. എതിർക്കാൻ ആളുകളുണ്ട്. ഇപ്പോൾ എതിർപ്പിൻ്റെ എണ്ണം കൂടി. ഒരു കാര്യം ഉറപ്പാണ്, നേപ്പാൾ കലാപത്തിന് ശേഷം ഇനിയും എതിർക്കുന്നവരുടെ എണ്ണം കൂടുകയേ ഉള്ളൂ. കാരണം ഈ ചാറ്റ് കൺട്രോൾ പോലുള്ള നിയന്ത്രണങ്ങൾ പുതിയ ലോകത്തിൻ്റെ മാധ്യമമാണ്, പുതിയ ജനറേഷൻ്റെ മാധ്യമമാണ്. അതാണ് ജെൻ സെഡ്.
ജെൻ സെഡ് എന്ന് പറഞ്ഞാൽ അതെ. ഈ കുട്ടികളുടെ പ്രായമാണ് സെഡ്. അതെ. സെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് 30-നും 15-നും 30-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾ എന്ന് പറഞ്ഞാൽ അവരാണ് നാളത്തെ തലമുറ. അവരുടെ ജീവിതത്തിന് മേൽ കത്തിവെക്കാൻ തീരുമാനിച്ചാൽ, അവരുടെ കഴുത്തിന് പിടിക്കാൻ തീരുമാനിച്ചാൽ ഒരു കാര്യം ഉറപ്പാണ്, അവർ പൊട്ടിത്തെറിക്കും. അവർക്ക് നിലവിലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ബാധകമല്ല. അവർക്ക് ആരോടും യാതൊരു ആ അർത്ഥത്തിൽ നമ്മുടെ പരമ്പരാഗത ആദരവൊന്നും ആരോടും കാണിച്ചു എന്ന് വരില്ല. തല വെട്ടേണ്ടവന് തല വെട്ടും, ഭരണകൂടത്തിന് തീ കൊളുത്തേണ്ടവരെ കൊളുത്തും, ആട്ടി ഓടിക്കേണ്ടവനെ ഓടിക്കും. അതുകൊണ്ട് യൂറോപ്പ് പുതിയ പാഠങ്ങൾ പഠിക്കാൻ പോകുന്നു. ഇത്തവണ പക്ഷേ ആ പാഠം നേപ്പാളിൽ നിന്നാണ്. അതുകൊണ്ട് പടിഞ്ഞാറോട്ട് നോക്കൂ എന്ന് പറഞ്ഞിരുന്ന ഒരു ലോകം ഇപ്പോൾ കിഴക്കോട്ട് നോക്കൂ എന്ന് പറയുന്നുണ്ട്. അത് ആദ്യം ഒരു കലാപം കാണുന്നത് നേപ്പാളിൽ നിന്നാണെങ്കിൽ ഇനി ഈ ഒരു കാരണവരുടെ വല്ല ഉപദേശവും വേണമെങ്കിൽ പിന്നെ നോക്കാനുള്ളത് നേപ്പാളിൻ്റെ തൊട്ടടുത്ത് ലോകോത്തരമായ രാജ്യമുണ്ട്. ആ രാജ്യത്തിൻ്റെ പേര് ഇന്ത്യ എന്നാണ്. അപ്പോൾ യൂറോപ്പ് ഇന്ത്യയിൽ നിന്നുകൂടി പഠിക്കാൻ തയ്യാറായാൽ അവർക്ക് സമാധാനം ഉണ്ടാകും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.